അനഖയിലേക്ക് പോവുകയാണ്. അനഖ, ഈ മുനമ്പം വലിയ ചർച്ചാ വിഷയമായി നിൽക്കുകയും മുനമ്പത്തെ ജനങ്ങൾ സമരപ്പന്തലിൽ ഇറങ്ങുകയും തെരുവിലിറങ്ങുകയും വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ആ സമയത്താണ് തളിപ്പറമ്പ്, വയനാട് മാനന്തവാടി തുടങ്ങി അങ്ങനെ എല്ലാ ഇടങ്ങളിലേക്കും ഇതിൻ്റെ വേരുകൾ, ഈ അധിനിവേശത്തിൻ്റെ വേരുകൾ ഇങ്ങനെ പടർന്നു പോകുന്നത് കാണാൻ കഴിയുന്നത്. വിവിധയിടങ്ങളിൽ, ചിലയിടങ്ങളിൽ ഒരു വലിയ സ്ഥലമൊട്ടാകെ എന്ന് പറയുമ്പോൾ ചിലയിടങ്ങളിൽ വ്യക്തികൾക്കാണ് നോട്ടീസ് ലഭിക്കുന്നത്. അപ്പോൾ ഈ നോട്ടീസ് കൈപ്പറ്റുമ്പോൾ അവർ വല്ലാത്ത വെപ്രാളത്തിലായി പോകുന്നത് കാണുന്നുണ്ട്. ആരെ സമീപിക്കണമെന്നറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. ഈ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? ഇത് കോടതിയാണോ സമീപിക്കേണ്ടത്, പോലീസിനാണോ സമീപിക്കേണ്ടത്? ഈ കാര്യങ്ങളൊക്കെ തന്നെയും അവ്യക്തതയുള്ള വ്യക്തികളുണ്ട്. ഇങ്ങനെ ഒരുപാട് പേരുണ്ട് പലയിടങ്ങളിലായി. എങ്ങനെയാണ് വിവിധയിടങ്ങളിൽ ഈ അധിനിവേശത്തിനെതിരെ ഇങ്ങനെ ശബ്ദം, ചെറിയ ചെറിയ ശബ്ദങ്ങളായെങ്കിലും ഉയരുന്നത്? വീണ, ഏറ്റവും ഒടുവിൽ കോഴിക്കോട് പെരുമണ്ണ സ്വദേശിയായിട്ടുള്ള ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ 30 സെന്റിന് മേലെയാണ് വഖഫ് അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. ഈ നോട്ടീസ് കയ്യിൽ കിട്ടിയ സമയത്ത് പകച്ചു പോവുകയാണ് ആ കുടുംബം ഉണ്ടായത്. കാരണം അത്രയും ദിവസം തങ്ങൾ കരമടച്ചുകൊണ്ടിരുന്ന, എല്ലാ രീതിയിലും തങ്ങൾക്ക് അവകാശപ്പെട്ട ഒരു ഭൂമി, ആ ഭൂമിയിലാണ് ഒരു സുപ്രഭാതത്തിൽ വഖഫ് ഈ ഭൂമിയിൽ നിന്ന് കുടിയിറങ്ങണം, ഇത് വഖഫിന്റെ ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു നോട്ടീസ് ബാലകൃഷ്ണൻ അടക്കമുള്ള ഏറ്റവും സാധാരണക്കാരന്റെ കയ്യിൽ ലഭിക്കുന്നത്. ഈ ബാലകൃഷ്ണന്റെ വീട്ടിലെത്തി അവർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഹിന്ദു ഐക്യവേദി അടക്കമുള്ളവർ. ഈ ബാലകൃഷ്ണന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു ഹിന്ദു ഐക്യവേദി വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള വത്സൻ തില്ലങ്കേരി. അദ്ദേഹം അവിടെ വെച്ച് സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ വഖഫ് അധിനിവേശം രാജ്യത്തെ മുസ്ലിം അനഖയിലേക്ക് വരാം. ചെറിയ പ്രശ്നമുണ്ട് നമുക്ക്.